ഇന്ന് നമുക്ക് നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കിയ കക്കയിറച്ചി റോസ്റ്റിൻ്റെ റെസിപ്പി നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 ഉള്ളി ഇതുപോലൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിയ വെളുത്തുള്ളി ഒരു കുട എടുത്തിട്ടുണ്ട്. എരിവിന് ആവശ്യത്തിന് പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതുപോലെ തേങ്ങാക്കൊത്തൊന്ന് കൊത്തിയെടുത്തിട്ടുണ്ട്. ചെറിയ ഉള്ളി തന്നെ എടുക്കണം, സവോള എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. 1/2 കിലോ കക്കയിറച്ചി കഴുകി ക്ലീൻ ചെയ്ത് നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്ത് കഴുകി വെച്ചിരിക്കുന്നതാണ്. ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് അതൊന്ന് പൊട്ടി വരുമ്പോഴേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഒന്നിട്ടൊന്ന് ബ്രൗൺ കളർ ആകുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചിയും കൂടെ ചേർത്ത് അതും ഒന്ന് കളർ മാറുന്നത് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കുറച്ച് ഉപ്പും കൂടെ ഒന്ന് ഇട്ട് അത് നന്നായിട്ടൊന്ന് മൂടി വെച്ച് വഴറ്റിയെടുക്കാം. പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഉള്ളിയൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ വഴന്നു വന്നിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കക്കയിറച്ചിയും കൂടെ ഇട്ട് അതും ഒന്ന് മൂടി വെച്ചൊന്ന് വേവിക്കാം. കക്കയിറച്ചി ഇട്ടതിന് ശേഷം ഞാൻ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഒന്നും കൂടി ഒന്ന് മൂടി വയ്ക്കാം. അപ്പോൾ അതിൽ നിന്നൊരു പൊട്ടുന്ന പോലത്തെ ഒച്ചയൊക്കെ കേൾക്കാം. ഓരോന്നും ഇതിങ്ങനെ നമ്മുടെ പോപ്കോണൊക്കെ പൊട്ടുന്ന പോലെ ഒച്ച കേൾക്കാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടീസ്പൂൺ മുളക് പൊടിയും എരിവിന് ആവശ്യത്തിന് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലകളൊന്നും ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അത് മൂടി വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ കുഴഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ തുറന്ന് വെച്ചിട്ട് വേണം ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്ത് എടുത്താൽ മതി. ഫ്ലെയിം ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ ഒന്ന് റോസ്റ്റാക്കി എടുക്കുക. ഞാനിപ്പോൾ ഹോട്ടലുകളിൽ എടുക്കുന്ന പോലെ അത്ര ഡാർക്കാക്കി എടുക്കുന്നില്ല. ഈ ഒരു പരുവത്തിൽ തന്നെ തീ ഓഫ് ആക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കക്കയിറച്ചി റോസ്റ്റ് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.